ഹലോ, അസ്സാം വലൈക്കും. ചെറുപഴവും മുട്ടയും വെച്ചിട്ടേ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തോണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണിന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ അവിടെ 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ടൈപ്പ് പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴം ഉണ്ടെങ്കിലും വെറുതെ കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ടും സെയിം രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 3 പഴം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പഴമൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണമെന്നില്ല, ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഉടച്ചെടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഞാനത് ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ചിട്ടിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി 1/4 കപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇതിനെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ കംപ്ലീറ്റ് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണാനുള്ള കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 2-3 ഏലക്ക ചതച്ചെടുത്തും കൂടെ ചേർത്ത് കൊടുത്ത് കൈ വെച്ചിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാകും കൂടുതൽ ബെറ്റർ. അപ്പോൾ അതാ കൈ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ അവിടെ ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഓയിൽ ഒഴിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് ഒരു ടീസ്പൂണിൽ കോരിയെടുത്ത് ഓരോരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ എല്ലാ കുഴിയിലേക്കും ഞാനിപ്പോൾ അവിടെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാനിവിടെ കുറച്ച് കറുത്ത എള്ള് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ എല്ലാത്തിനും മുകളിലൂടെയും ഞാൻ കുറച്ച് കറുത്ത എള്ള് ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിനെ തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗം കൂടെ ഒന്ന് ഒരു ഗോൾഡൻ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഒരു 2-3 സെക്കൻഡ് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുമ്പോഴേക്കും മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിനെ നമുക്ക് ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഞാനിതപ്പോൾ അവിടെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മാവൊക്കെ റെഡിയാക്കി നമുക്ക് ഒരുപാട് സമയം അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചായ തിളക്കുന്ന ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഉൾഭാഗമൊക്കെ നല്ല ആരെടുത്തിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ഇത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ എണ്ണ ചേർത്ത് കൊടുക്കാത്ത ആ ഒരു ലെവലിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചായക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സ്നാക്കിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.